ഇന്ന് ഒരു പണ്ടത്തെ മാതിരി ഒന്നല്ല. ഇന്ന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മളൊക്കെ പണം സമ്പാദിക്കുന്നതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വളരെ അധികമാണ്. ഒരു കാലങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടൊരു കാര്യമുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എയർ റെവല്യൂഷൻ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോലികളെല്ലാം റീപ്ലേസ്ഡ് ആവുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു റെവല്യൂഷന്റെ കാലത്ത് തന്നെ ഒരുപാട് സാധ്യതകളും അതിന്റെ ഒപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ലോകത്തെ നമുക്ക് ഇതിന്റെ ഒരു ട്രെൻഡിന്റെ വ്യത്യാസം എന്താ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പറയാം. 1910 കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ബില്യണേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരാളോ മറ്റോ ഉണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. 2020 2070 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു ബില്യണർ എന്ന് പറയുന്ന സാധനം വിരളിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നു. 1980 ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമൊക്കെയാണ് ഒരു 140 ബില്യണേഴ്സ് എങ്കിലും വേൾഡ് വൈഡിൽ വന്നത്. 90s കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷനോട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ 66ഓളം ബില്യണേഴ്സ് 1990 ഉണ്ടായിരുന്നു. 2000 കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ രീതി അങ്ങ് മാറി. ഫോബ്സ് മാഗസിൻ ഒക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2000 കൂടിയിട്ട് ലോകത്തെ ബില്യണേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 1125 ബില്യണേഴ്സ് ആണ്. 2000 കഴിഞ്ഞ് 2010 ആയപ്പോഴേക്കും, അതായത് അതിന്റെ ലിസ്റ്റിംഗ് പറയുന്നത് 2018 ലിസ്റ്റിംഗ് പ്രകാരം 2208 ബില്യണേഴ്സ് ആണ് ലോകത്ത്. 2020 ആയപ്പോഴേക്കും 2023 ആയപ്പോഴേക്കും 2600 എന്ന് വെച്ചാൽ അടുത്ത 5 വർഷം കൊണ്ട് ബില്യണേഴ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് ഈ മാറ്റങ്ങൾ വരുമ്പോൾ പണം ഉണ്ടാക്കുന്നതിനുള്ള അല്ലെങ്കിൽ കോടീശ്വരനാകുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു കാണുന്നത്. ഈ കോടീശ്വരനാകുന്നതിനുള്ള അവസരങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവുകളാണ് നമ്മൾ നേടേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വളരുന്നു എന്നും പലരും അറിയുന്നില്ല. ഇന്നും നിൽക്കുന്നത് പഴയ കാലത്തിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുക, ആ ജോലിക്ക് വേണ്ടി അല്ലാതെ ഒരു എംപ്ലോയി ആവാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാലങ്ങളൊക്കെ മാറിയുന്നു. ഓൺട്രപ്രണർഷിപ്പിന്റെ കാലങ്ങളിലേക്ക് വരുന്നു. സാധാരണ വ്യക്തികൾ ഓൺട്രപ്രണറായി മാറുന്നു. ഓൺട്രപ്രണേഴ്സ് ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ വലിയൊരു ട്രെൻഡിങ് മേഖലയിലേക്കൊന്നും പോകുന്നത് പല ആൾക്കാരും അറിയുന്നത് പോലുമില്ല. ഇന്നും പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ ശേഷം എത്രയോ നമ്മൾ അരിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ചെലവാക്കുന്നത് കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഡ്രീം ഷീറ്റ് എഴുതാൻ ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാവുക കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പണമാണ്. എന്നിട്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാ? ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും BSc BCom ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ ബിസിനസ്, അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. നമ്മളെന്താ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന ആ ലോകത്തിന് അനുസൃതമായിട്ടുള്ള പഠനങ്ങളല്ല ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഴയ തലമുറയിലുള്ള അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക് പിൻവലിഞ്ഞു പോവുക അല്ലാതെ പുതിയ കാലഘട്ടത്തിൽ നമുക്കൊന്നും യൂസ്ഫുൾ ആക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കോടീശ്വരന്മാരാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്സ് ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നടക്കുന്നത്, ആ ഇൻവെസ്റ്റ്മെന്റുകളിലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ കോടീശ്വരന്മാരുടെ ഒക്കെ കണക്കെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫോബ്സ് മാഗസിൻ ലോകത്തെ കോടീശ്വരന്മാരുടെ കണക്കെടുക്കുന്നത് എങ്ങനെയായിരുന്നു? അവരുടെ കയ്യിലുള്ള അസറ്റ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഷെയർസിന്റെ മൂല്യം എത്രയാണ് അവരുടെ ഷെയർസിന്റെ മൂല്യം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ കണക്കുകളെടുത്ത് ലോക കോടീശ്വരന്മാരെ കണ്ടെത്തിയിരുന്നത്. അപ്പം ഓരോ കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള ഷെയർസ്, അവരുടെ ഷെയർസിന്റെ വാല്യൂ വർദ്ധിക്കുന്നു. അവരുടെ ടോട്ടൽ ഷെയർസിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് റീസെന്റ് ആയിട്ട് കണ്ട ഒരു സർവേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതിനെക്കാട്ടിലേറെ ഷെയർസിനെക്കാട്ടിലേറെ അവരുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അസറ്റ്സ് എത്രയുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ലോക കോടീശ്വരന്മാരെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ടെസ്ല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ടെസ്ലയുടെ ഒക്കെ ഇതിലേക്ക് വന്നിട്ടുള്ള വിറ്റാലിക് ബുട്ടേറിയൻ, എത്തേറിയത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള വിറ്റാലിക് ബുട്ടേറിയൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡുകളൊക്കെ മാറിക്കഴിഞ്ഞു. അതായത് പണ്ടത്തെ കാലത്തെ ഉള്ള ട്രെൻഡൊക്കെ മാറി പുതിയ ലോകത്തേക്കും പുതിയ വേൾഡിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തേക്കൊക്കെ വന്നു തുടങ്ങി. അതായത് പരമ്പരാഗത തൊഴിലുകളൊക്കെ പോയി. അതായത് നമ്മൾ പണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യണം, ഒരു ഡിസൈനറുടെ അടുത്ത് പോയി ആ ഡിസൈനർക്ക് പൈസ കൊടുത്ത് ചെയ്യുന്നത് ഇന്ന് വിരൽ വെച്ച് നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഇരുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്തുണ്ടാക്കാം.
ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഷൂട്ട് ചെയ്യാൻ ആൾ വേണം, എന്താ പറയുക, ആ ആക്ട്രസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ വേണം, സ്റ്റുഡിയോ വേണം, റെക്കോർഡിംഗ് വേണം. ഇന്ന് അതൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഇരുന്നുകൊണ്ട് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി വളരും. അപ്പൊ ടെക്നോളജി വളരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ മാത്രമാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലായതുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും പഴയ ജനറേഷനിൽ അല്ലെങ്കിൽ പഴയ ലെവലിൽ തന്നെ ഇരുന്ന് അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ആലോചിക്കുക. ജസ്റ്റ് റിലയൻസ് ഒരു കുറച്ച് കമ്പനികൾ നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. 5 വർഷം മുമ്പ് അവരുടെ ഷെയർസിൽ വന്ന വർധനവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 2019 വെറും 1500 ഉണ്ടായിരുന്ന റിലയൻസിന്റെ ഷെയറുകൾ സാധാരണ, അതായത് പഴയ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷന്റെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഷെയർസിലാണ് അധികം കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസിന്റെ എണ്ണം വെച്ചിട്ടാണ് കോടീശ്വരന്മാരെ പറ്റിയുള്ള ചിന്തകളൊക്കെ വരുന്നതെങ്കിൽ ആ മേഖലയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതാക്കാം. 1500 ഉണ്ടായിരുന്ന 2019 1500 രൂപ ഉണ്ടായിരുന്ന ഷെയർ 2024 ആയപ്പോൾ 2500 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരട്ടിയുടെ അടുത്തായി 5 വർഷം കൊണ്ട്. ടാറ്റ കൺസൾട്ടൻസി 2100 ഉണ്ടായിരുന്നത് ഏതാണ്ട് 3200 ആയി. ഏതാണ്ട് ഇരട്ടിയുടെ അടുത്തേക്ക് എത്തി 5 വർഷം കൊണ്ട്. ഇൻഫോസിസ് 700 ഉണ്ടായിരുന്നത് 1200 ആയി. ഏതാണ്ട് ഇരട്ടിയുടെ അടുത്തേക്ക് എത്തി 5 വർഷം കൊണ്ട്. HDFC ബാങ്ക് 2019 1200 രൂപ ഉണ്ടായിരുന്ന ഷെയർ 1800 എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ICICI ബാങ്ക് 550 രൂപ ഉണ്ടായിരുന്നത് ഏതാണ്ട് 900 രൂപയിലേക്ക് എത്തി. അപ്പോഴും അവിടെയും ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു സാധാരണ ട്രഡീഷണൽ ബാങ്കിൽ കിട്ടുന്ന ഗ്രോത്തിനെക്കാട്ടിലും വളരെയധികം ഗ്രോത്ത് ആണ്. കാര്യം 5 വർഷം കൊണ്ട് ഇരട്ടിയാവുന്ന സിസ്റ്റം ഒന്നും ബാങ്കുകളിലൊന്നും അവൈലബിൾ അല്ല എന്നുള്ളത് നമുക്ക് മറ്റൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയേണ്ടതുണ്ടെങ്കിലും അടുത്ത ഒരു മേഖല ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ബിറ്റ്കോയിൻ 2019 ബിറ്റ്കോയിന്റെ വില $7200 ആണ്. 2024 അതിന്റെ വില $1,00,000 അപ്പൊ എത്ര ഇരട്ടിയാണ് വളർച്ച എന്ന് ആലോചിച്ച് നോക്കൂ. 2019 $7200 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഇന്ന് അത് $1,00,000 മാറുമായിരുന്നു. എന്ന് വെച്ചാൽ പണക്കാരനാവാനും കോടീശ്വരക്കാരനാവാനും നമ്മൾ ആ മേഖലയെ കുറിച്ചുള്ള അറിവുണ്ടായാൽ മതി. അറിവുണ്ടെങ്കിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. 2019 വെറും $130 വിലയുണ്ടായിരുന്ന ഇത്തേറിയം അതിന്റെ വില എന്ന് പറയുന്നത് $4000 അടുത്താണ്. 2900% ഗ്രോത്ത്. 1300% ബിറ്റ്കോയിൻ 2900. റിപ്പിൾ എന്ന് പറയുന്ന കറൻസി 19 സെന്റ് ഉണ്ടായിരുന്ന റിപ്പിളിന്റെ വില $2.38 എന്നുള്ള റേറ്റിലേക്ക് എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1150% ഗ്രോത്ത് 5 വർഷം കൊണ്ട്. ലൈറ്റ് കോയിൻ ഏതാണ്ട് 200% ഗ്രോത്ത് 5 വർഷം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ, ഇതേമാതിരി ഒരുപാട് കോയിൻസ് വരികയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പണം സമ്പാദിക്കുന്നതിനുള്ള ആ മാർഗങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുപാട് അത്തരം മേഖലകളിൽ വർദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് പലർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ചെന്നപ്പെടുന്നതുമായിട്ടുള്ള കാര്യം ഇതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവർ പറയുന്നതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ എന്റെ പുതിയ കോയിനാണ്. ഇത് ബിറ്റ്കോയിൻ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ ഇത്രയും വിലയ്ക്ക്? ഇത് മേടിച്ചാൽ ഇത് ഭയങ്കരമായി വില കയറി, ബിറ്റ്കോയിൻ പോലെ വില കയറി നിങ്ങളൊരു കോടീശ്വരനായി മാറി. ഇത് കേട്ടതിന്റെ പേരിൽ ആ കോയിനുകൊണ്ട് കുറെ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ജന്മത്ത് അത് കയറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിന്റെ ബൂമിങ് വന്ന സമയത്ത് മേജർ ആയിട്ടുള്ള ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പെന്നി ഷെയർസ് വരും. അതായത് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചങ്ങാതി ഒരു ബിസിനസ് തുടങ്ങി. അയാൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടത്. പണ്ടൊന്നും ലിസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ലിസ്റ്റ് ചെയ്തു. ഒരു സുകുമാരേട്ടന്റെ കമ്പനിയുടെ ഷെയർ. ആ സുകുമാരേട്ടന്റെ കമ്പനിയുടെ ഷെയറും ടാറ്റയുടെ ഷെയറും ഒരുപോലെ ആവില്ല. ആ ഒരു വ്യത്യാസം എന്താണ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാതെ സുകുമാരേട്ടന്റെ ഷെയറിന് വില കുറവാണെന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയാണത്. എന്ന് പറയുന്ന പോലെ ഒരുപാട് അബദ്ധങ്ങൾ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്താണ്, ഫോറക്സ് ട്രേഡിംഗ് എന്താണ് എന്ന് തിരിച്ചറിയാതെ അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാൾ വന്ന് ക്രിപ്റ്റോ കറൻസിയിൽ കിട്ടുന്ന ഗ്രോത്തിന്റെയും ട്രേഡിങ്ങിന് കിട്ടുന്ന ലാഭത്തിന്റെയും കഥകൾ പറയുമ്പോൾ അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിരിക്കുന്ന പൈസ അവരുടെ അടുത്ത് ഏൽപ്പിക്കുന്നു. നമുക്ക് 1%, 2% കിട്ടും എന്നുള്ളതിന്റെ പേരിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ കമ്പനി ഉണ്ടാവില്ല, ബിസിനസ്. ഇതൊക്കെ നമ്മൾ മുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ ഒരു റീസൺ എന്താ? നമ്മൾ ഇതിന്റെ എല്ലാം ഒരു ബാഹ്യ ഭാഗം മാത്രം മനസ്സിലാക്കുകയും എന്താണ് ഈ ഇൻഡസ്ട്രി എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിവില്ലാതെയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വളരുവാനോ വളർച്ചയോ കിട്ടാത്ത മേഖലകളിൽ നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും ഒരു $130 എവിടെന്നെങ്കിലും മുടക്കിയിട്ട് $130 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപയുടെ റേഞ്ചേ ഉള്ളൂ. ആ 12,000 രൂപ എവിടെയും മുടക്കി ഒരു തെറി മേടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇന്ന് $4,000 മാറി. $4,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 44 ലക്ഷം രൂപയായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു വ്യത്യാസം നമ്മൾക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം അന്ന് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ അപകടങ്ങളിൽ പോയി ചാടി 100, 200, 500, 1000 ഡോളർ കളയുന്നതിന്റെ അല്ലെങ്കിൽ രൂപ കളയുന്നതിന്റെ കാരണം എന്താ? നമുക്ക് ആ മേഖലയെ കുറിച്ചുള്ള അറിവില്ല, അതെങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് അറിയില്ല, അതെന്താണ് ട്രേഡ് ചെയ്താൽ എത്രത്തോളം ലാഭം കിട്ടുമെന്ന് അറിയില്ല, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നറിയില്ല. ഇതെല്ലാം അറിയാത്തതാണ് റീസണെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാക്ലേൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇവിടെ നമുക്കൊരു ഗെയിമിഫൈഡ് മെത്തേഡിൽ കൂടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ബേസിക്കലി പഠിച്ചെടുക്കാൻ പറ്റും. എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണത്, അതിന്റെ ബേസിക്സ് എന്താണ്, അതിന്റെ ഫണ്ടമെന്റൽസ് എന്താണ്, ഏത് കോയിനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, എപ്പോഴാണത് മേടിക്കേണ്ടത്, എപ്പോഴാണത് വിൽക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് വില കുറയുന്നത് എപ്പോഴാണ്, വില കൂടുന്നത് എപ്പോഴാണ്, വില കുറയുന്നത് എങ്ങനെ തിരിച്ചറിയാം, കൂടുന്ന സമയത്ത് എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ എൻട്രി ചെയ്യാം, കറക്റ്റ് ടൈമിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാക്ലേൺ എന്ന് പറയുന്നത്. ഇതിന്റെ പുറകെയുള്ള ആളുകളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ബിഗ് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ആണ്. അവര് ഫിനാൻഷ്യൽ മേഖലയിൽ അത്യാവശ്യം അറിവുള്ള ഒരു ടീം ഓഫ് സോഫ്റ്റ്വെയർ പീപ്പിൾ ആണ് ഈ കമ്പനിയുടെ ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. UK ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ്. ഓൾ ഓവർ ദി വേൾഡ് ഓവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് മാക്ലേൺ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ടൂൾസ്, ബേസിക്സ് ആൻഡ് അഡ്വാൻസ് സ്ട്രാറ്റജീസ് ആയിട്ടുള്ള ട്രേഡിങ്ങിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ലൈവ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, നമുക്ക് പണം ഇടാതെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സംവിധാനം. അതിൽ കൂടി നമുക്ക് മാക് ടോക്കൺസ്, നമുക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ മാക് ടോക്കൺസ് നമുക്ക് ലഭിക്കുക. നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാക് ടോക്കൺസ് അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മൾ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കിയാൽ മാക് ടോക്കൺസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗെയിമിംഗ് ഫീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ്, മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മാർക്കറ്റ് ടൂൾസ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂളുകൾസ്, ഇൻഡിക്കേറ്റേഴ്സ്, സെന്റിമെന്റ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, അതിൻ്റെ ഒപ്പം ഒരു പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണക്കുകൾ പറയുന്ന സർവേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയെ കുറിച്ചുള്ള അറിവ് പല ആൾക്കാർക്കും ഉണ്ടെങ്കിൽ ശരിയായി ഇതെന്താണ് എന്ന് അറിയുന്ന ആളുകൾ വെറും 8% താഴെ ആളുകളെ വേൾഡ് പോപ്പുലേഷനിലുള്ളൂ എന്ന് പറയണേ. അതായത് വേൾഡ് പോപ്പുലേഷൻ ഇതെന്ത് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, പേപ്പറിൽ കേട്ടിട്ടുണ്ടാവും, ബിറ്റ്കോയിൻ കേട്ടിട്ടുണ്ടാവും, എന്തൊക്കെയോ എന്താണ് ആക്ച്വലി ഇത്, എങ്ങനെയാണ് ഇതിനകത്ത് സാധ്യത എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയ ആളുകൾ 8% താഴെയുള്ളത്. ഈ 8% എന്ന് പറയുന്നത് വേൾഡിലെ ഒരു എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുള്ളതാണ്. ശരിക്കും ജെനുവിൻലി പറയുന്നത് അതുപോലും ഇല്ല. അതിലും പല ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാലറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഏകദേശം ലോകത്ത് 500 മില്യൺ ആളുകൾ ക്രിപ്റ്റോ വാലറ്റ്സ് ഉണ്ട്, അവർക്ക് ക്രിപ്റ്റോ അസറ്റ്സ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ തന്നെയും അത് പോപ്പുലേഷനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്. അപ്പൊ ഇതിനകത്ത് ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഏറ്റവും അധികം വിൽക്കാൻ പറ്റിയ, ഏറ്റവും ഈസി ആയിട്ട് വിൽക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് മാക്ലേൺ. ബേസിക്കലി അതിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് നമുക്ക് പഠിക്കാം. ഏകദേശം 49ഓളം മോഡ്യൂൾസ് ഉള്ള 98ഓളം മോഡ്യൂൾസ് നമുക്ക് ഈ ട്രേഡിങ്ങിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ലൈവ് ചാർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് വെർച്വൽ ആയിട്ട് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഉള്ള ഫീച്ചേഴ്സ് നമുക്കുണ്ട്. ഓരോ കറൻസിയെ കുറിച്ചുള്ള ലൈവ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഏതൊക്കെ കോയിനാണ് ഹോട്ടായിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ കോയിനാണ് വില കുറഞ്ഞിരിക്കുന്നത് ചുവന്ന കളറിലും, വില കൂടാൻ നിൽക്കുന്നത് പച്ച കളറിലും, കൂടാൻ സാധ്യതയുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളും മാർക്കറ്റിന്റെ ട്രെൻഡും ലൈവ് മാർക്കറ്റ് റേറ്റ്സും എല്ലാം നമ്മൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് മാക്ലേൺ എന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് തന്നെ ഉള്ളൊരു തോന്നുന്നു ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് എൻ എക്സലൻസ്. നമുക്കൊരു എക്സൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണം വല്ലവരുടെയും കയ്യിൽ കൊണ്ട് കൊടുക്കാതെ നമുക്ക് തന്നെ അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഇതേമാതിരി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ടാവും.
നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും. ഇതിവിടെ നമുക്ക് തരുന്ന ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ നമ്മുടെ റെഫറലിൽ അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷനിൽ അവർ ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹ്യൂജ് ഇൻകം ഉണ്ടാക്കുന്നതിനുള്ള ഒരവസ്ഥ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ മാക്ലറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ജനങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, അത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതുവഴി ഈ സിസ്റ്റത്തിനകത്തൊരു വലിയൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ആവും. ആ നെറ്റ്വർക്ക് കൂടി വേൾഡ് ഓവർ ഇത് ബിസിനസ് നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഇതിന്റെ ബിസിനസിന്റെ പാർട്ട് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാര്യം ഇന്ന് എല്ലാവരും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾക്ക് പണ്ടത്തെ കാലത്തെ ഈ ഒരു കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം മാറിയത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയുന്നില്ല. അറിയാത്തതിന്റെ പേരിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കണമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം, ലക്ഷങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിലാണ്. സത്യത്തിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇന്ന് വലിയ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല കോടികൾ ഉണ്ടാക്കുന്നത്. കോടികൾ ഉണ്ടാക്കാനായിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ആകെപ്പാടെ വേണ്ടത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യലാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ സൈസിനനുസരിച്ചാണ് നമ്മളുടെ ഇൻകം ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂട്യൂബേഴ്സ്, ഒരുപാട് യൂട്യൂബേഴ്സിന്റെ നമുക്ക് യൂട്യൂബുകളിലൊക്കെ ഒരുപാട് വീഡിയോ കാണാം. യൂട്യൂബേഴ്സ് എല്ലാം ഏൺ ചെയ്യുന്നു, വലിയ വലിയ കാറുകളിലൊക്കെ പോകുന്നു. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ? കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ അവർ കോടികൾ ഉണ്ടാക്കുന്നത്? ഒരിക്കലും അല്ല. അവരവരുടെ സബ്സ്ക്രൈബർ ബേസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അഡ്വർടൈസ്മെന്റിലൂടെ വരുന്ന റവന്യൂ ഭയങ്കര ഹ്യൂജ് ആയിട്ട് വരികയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എവിടെ നമ്മൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഇന്ന് ലോകത്തുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സക്സസ്. അതാണ് ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡും ടെക്നോളജിയും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ എമൗണ്ടുകൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്ലേൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത് ജസ്റ്റ് $100 മാത്രമാണ്. 100 USDT. 100 USDT എന്ന് പറയുന്നത് USDT ക്രിപ്റ്റോ കറൻസിയാണ്. 100 USDT എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 9,000 റുപ്യാണ് ഇതിനാകെപ്പാടെ നമുക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബിസിനസ് നമ്മൾക്ക് ഫ്രീ ആണ്. $1 പോലും ബിസിനസിന് വേണ്ടി അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ ബിസിനസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, നമ്മൾ പ്രോഡക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് എടുക്കുന്നു, പഠിക്കുന്നു, നമ്മൾ ബെറ്റർ ആവുന്നു. നമ്മൾ $100 കൊടുക്കുന്നു, നമ്മൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന ബിസിനസ് ഫ്രീ ആണ്. എന്താണ് ബിസിനസ്? നമ്മൾ അനുഭവിച്ച കാര്യം മറ്റുള്ളവരോട് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ റെഫറൽ ഒരു വ്യക്തി ഈ $100 കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് $30 ഇൻകം ആയിട്ട് ലഭിക്കും. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. ഓരോ റെഫറലിനും നമുക്ക് $30 വീതം ലഭിക്കുന്നു. 100 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 × 30 $3000 ലഭിക്കും. ഒരു സമയപരിധി ഇല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. $100 കൊടുത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ ഒന്നും ഫർദർ ആയിട്ട് റിന്യൂവൽ ഒന്നും ആവശ്യമില്ല. എത്ര കാലം വേണമെങ്കിലും നമ്മൾക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അതിനകത്ത് വരുന്ന ഒരുപാട് അപ്ഡേഷൻസ് വരുന്നത്, ആ അപ്ഡേഷൻസ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ്, ലൈഫ് ലോങ് ഉള്ള ഒരു മെമ്പർഷിപ്പ്. ഇതിന്റെ കൂടെ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൂടെ കമ്മീഷൻസ് കിട്ടുന്നു. ഈ കമ്മീഷൻസ് കിട്ടുന്നത് $30 മാത്രമല്ല. നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുകയാണ്. നമ്മൾ ബിസിനസിന്റെ വോളിയം കൂട്ടുകയാണെങ്കിൽ നമ്മുടെ കമ്മീഷൻസ് വർദ്ധിക്കുകയും ചെയ്യും. എങ്ങനെയാ വർദ്ധിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 പേരെയെങ്കിലും ഇതിനകത്തേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ് മാറും. നമ്മളുടെ സ്റ്റാറ്റസ് ഒരു അസോസിയേറ്റ് എന്നുള്ള സ്റ്റാറ്റസ് ആണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ 5 പേരെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അസോസിയേറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറി അഫിലിയേറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആവും. ഈ അഫിലിയേറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഓരോ റെഫറലിനും നമ്മൾക്ക് കിട്ടുന്നത് 30 അല്ല $40 ആണ്. ആദ്യത്തെ 5 റെഫറലിന് മാത്രമാണ് 30. 6ാമത് മുതലുള്ള ഓരോ റെഫറലിനും $40 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇതാണ് നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അഫിലിയേറ്റ് ആവുന്ന ഒരു ബെനിഫിറ്റ്. ഇവിടുന്ന് നമ്മൾക്ക് ഫർദർ ആയിട്ടുള്ള ഏർണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വരാം. ലീഡർഷിപ്പിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത ആളുകളിൽ ഒരു 2 പേരെയെങ്കിലും നമ്മൾ അഫിലിയേറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അവരെ ഹെൽപ്പ് ചെയ്ത് അഫിലിയേറ്റ് ആക്കുക. ടോട്ടൽ നമ്മളുടെ ഒരു ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ 10 പേരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരികയും ടീമിൽ ഒരു 25 പേരുടെ ഒരു ടീമും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലീഡർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തി, മാക് അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി. പിന്നീട് അംബാസഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ $40 അല്ല $45 ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്.
ഇത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ മില്ലണയർ എന്ന് പറയുന്ന റാങ്കാണ്. ഇവിടെ റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൽ 10 എന്നുള്ളത് 11, ഒരു 5 പേരെ കൂടി ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് 15 പേര് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നു. നമ്മൾ ടീമിൽ വന്നിട്ടുള്ള ഒരു 2 അഫിലിയേറ്റ്സിനെ നമ്മളെ പോലെ അംബാസഡറായി മാറുവാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു, സഹായിക്കുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും, നമ്മൾ കുറെ പേരുണ്ട്, എല്ലാവരും പഠിച്ചോളണമെന്നില്ല, പഠിക്കാൻ തയ്യാറുള്ള താല്പര്യമുള്ള ആളുകളെ നമ്മൾ അതിനകത്തേക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നു. സഹായിച്ച് 2 പേര് തന്നെ ആവണമെന്നില്ല, കൂടുതൽ ആൾക്കാരെ ചെയ്തുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മിനിമം 2 പേരെയെങ്കിലും നമ്മൾ അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മളുടെ അടുത്ത റാങ്കിലേക്ക് നമ്മൾ എത്തുന്നു. മില്ലണയർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്നു. മില്ലണയർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ പിന്നീട് നമുക്ക് ലഭിക്കുന്നത് $50 വെച്ചിട്ടാണ്. അതായത് അവർ $100 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ $50 നമ്മൾക്ക് കമ്മീഷനായി ലഭിക്കുന്നു. വീണ്ടും അടുത്ത ലെവൽ എന്ന് പറയുന്നത് ബില്യണയർ എന്ന് പറയുന്ന റാങ്കിലേക്കാണ്. ആ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞതിന് വേണ്ടിയിട്ട് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് 20 ഡയറക്റ്റ്, നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ളത് 20 ഡയറക്റ്റ് എങ്കിലും ചെയ്യണം. അതേപോലെ നമ്മുടെ ടീമിലുള്ള 2 പേരെയെങ്കിലും നമ്മൾ മില്യണയർ പൊസിഷനിലേക്ക് കൊണ്ടുവരികയും ടോട്ടൽ ടീമിൽ അപ്പോഴേക്ക് ഒരു 300 പേര് അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. അത്രയും വരുന്ന സമയത്ത് നമ്മൾ അടുത്ത റാങ്ക് ബില്യണയർ എന്ന് പറയുന്ന റാങ്കിലേക്കായി. ബില്യണർ ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്മീഷൻ 55%. അതായത് $100 കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പൊ കിട്ടുന്നത് $55 ആണ്. ഇനിയും അടുത്ത റാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ട്രില്യണയർ എന്ന് പറയുന്ന റാങ്കാണ്. ഇതാണ് ഏറ്റവും റാങ്ക് ബേസ്ഡ് ഹയസ്റ്റ് ആയിട്ടുള്ള റാങ്ക്. ഇവിടെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് $60 ആണ് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രില്യണയർക്ക് കിട്ടുന്നത്. ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണ്ടത് 25 ഡയറക്റ്റ് ആണ്. ടോട്ടൽ 25 ഡയറക്ട്സ് ഉണ്ടാവണം. നമ്മുടെ ടീമിൽ ഒരു 2 പേരെങ്കിലും ബില്യണേഴ്സ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തണം. അതേപോലെ ടോട്ടൽ ടീമിൽ 750 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം ഉണ്ടായാൽ മതി. വി ക്യാൻ ബിക്കം എ ട്രില്യണയർ. ഈ 3 കണ്ടീഷൻ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രില്യണയർ ആവാം. ട്രില്യണയർ ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സെയിലിനും $60 വെച്ച് നമുക്ക് കമ്മീഷൻ കിട്ടും. ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന എംപയർ, ഈ കുറെ ആളുകളെ നമ്മൾ ബില്യണയർ ആക്കുന്നു, അല്ലെങ്കിൽ ഇതെന്താ പറയുക, അഫിലിയേറ്റ് ആക്കുന്നു. ഇതിനൊന്നും നമുക്ക് അവരെല്ലാം ചെയ്യുന്ന ബിസിനസ് നമുക്ക് വല്ല വരുമാനമുണ്ടോ? നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളൊരു അസോസിയേറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾക്ക് വരുന്ന വരുമാനം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. നമുക്ക് $30 ആണ് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേസമയം നമ്മൾ 5 പേരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് അഫിലിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $40 കിട്ടും. നമ്മുടെ താഴെയുള്ള ഒരു അഫിലിയേറ്റ്, നമ്മുടെ താഴെയുള്ള ഒരു വ്യക്തി, ഒരു അസോസിയേറ്റ്, അദ്ദേഹം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് $30 കിട്ടും. നമ്മൾ 40% പേരിൽ അദ്ദേഹത്തിന്റെ 30 കഴിച്ച് ബാക്കിയുള്ള 10% നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മളൊരു 5 പേരെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5 പേര് ഓരോരുത്തരുടെ $30 ആണ്. നമ്മളുടെ റാങ്ക് അഫിലിയേറ്റ് എന്ന് പറയുന്ന റാങ്കിലേക്കായി. അടുത്ത ഒരു വ്യക്തിയെ നമ്മൾ റെഫർ ചെയ്തു, അപ്പൊ നമ്മൾക്ക് $40 കിട്ടുന്നു. ആ വ്യക്തി ഒരാളെ റെഫർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 30 കിട്ടുന്നു, നമ്മൾക്ക് 10 കിട്ടുന്നു. നമ്മൾ നേരത്തെ റെഫർ ചെയ്തിരുന്ന 5 പേര് ഇവിടെ ഉണ്ട്. അവരാരെങ്കിലും ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 30 കിട്ടുന്നു, നമുക്ക് 10 കിട്ടുന്നു. നമ്മുടെ ഈ 5 പേര് ഉണ്ടായിരുന്ന 5 പേരും അവര് അസോസിയേറ്റിൽ നിന്ന് അഫിലിയേറ്റ് ആവുന്നതിന് വേണ്ടി 5 പേരെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ 5 പേരെ റെഫർ ചെയ്യുമ്പോൾ 25 പേരുണ്ട്. അവർ ഓരോരുത്തരിൽ നിന്ന് $10 വെച്ച് കണക്കാക്കുകയാണെങ്കിൽ $250 നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു രീതിയിലാണ് അടുത്ത ഓരോ റാങ്കിലും നമ്മൾ പോകുന്നത്. നമ്മൾ അംബാസഡർ എന്ന് പറയുന്ന റാങ്ക് എത്തുമ്പോൾ നമ്മൾ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു അസോസിയേറ്റിന്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ 45 കിട്ടുന്നു. നമ്മുടെ താഴെയുള്ള ഒരു അസോസിയേറ്റ് ഒരാളെ കൊണ്ടുവരുമ്പോൾ 30 അദ്ദേഹത്തിന് കിട്ടുന്നു, ബാക്കി 15 നമുക്ക് കിട്ടുന്നു. നമ്മുടെ താഴെയുള്ള ഒരു അഫിലിയേറ്റ് ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് 40 അയാൾക്ക് കിട്ടുന്നു, ബാക്കിയുള്ള 5 നമുക്ക് കിട്ടും. അടുത്ത റാങ്ക് മില്യണയർ ആവുന്ന സമയത്ത് ഇതേപോലെ തന്നെ 50, 20, 10, 5. ബില്യണയർ ആവുന്ന സമയത്ത് 55, 25, 15, 10, 5. ട്രില്യണയർ എന്ന് പറയുന്ന റാങ്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ ഇൻട്രൊഡ്യൂസ് 60 കിട്ടുന്നു. നമ്മളുടെ ടീമിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ടീം ഉണ്ടാവും. അവിടെ ഓരോ നടക്കുന്ന ഏത് ഡെപ്തിൽ നടക്കുന്ന ബിസിനസിനും നമുക്ക് $30 വെച്ച് കിട്ടും. നമ്മുടെ അഫിലിയേറ്റിന്റെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിൽ നിന്ന് നടക്കുന്ന ഓരോ സെയിലിനും $20 വെച്ച് കിട്ടും. അംബാസഡറിന്റെ ടീമിൽ നിന്നും $15 വെച്ച് കിട്ടും. മില്യണേഴ്സിന്റെ ടീമിൽ നിന്നും $10 വെച്ച് കിട്ടും. ബില്യണേഴ്സിന്റെ ടീമിൽ നിന്ന് $5 കിട്ടും. ഇങ്ങനെ നമ്മുടെ ടീമിൽ വരുന്ന എൻറ്റയർ സ്ഥലങ്ങളിൽ നമുക്ക് വരുമാനം കിട്ടും. ഇവിടെ നമ്മുടെ താഴെയുള്ള 2 പേരും ഈക്വൽ റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ
നമ്മൾ ഈക്വൽ റാങ്കിലേക്ക് വരുന്ന വ്യക്തി നമ്മുടെ സെയിം റാങ്കിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹം എന്താണോ വരുമാനം ഉണ്ടാക്കുന്നത് അതിന്റെ 10% നമുക്ക് ലഭിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെയും വരുമാനം ലഭിക്കാതിരിക്കുന്നില്ല. സെയിം റാങ്ക് എത്തിയാലും നമുക്ക് വരുമാനം ലഭിക്കുന്നു. അടുത്തൊരു റാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മാക്കിന്റെ എലൈറ്റ് പാർട്ട്ണർ എന്ന് പറയുന്ന പൊസിഷനാണ്. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ട്രില്യണയർ എന്ന് പറയുന്ന റാങ്ക് എത്തി ആ റാങ്ക് അച്ചീവ് ചെയ്യാൻ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് ഫർദർ ആയിട്ട് റാങ്ക് അഡ്വാൻസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ട്രില്യണയർ ആവുന്ന സമയത്ത് കമ്പനിയുടെ ടോട്ടൽ ആയിട്ടുള്ള ഗ്ലോബൽ ടേൺ ഓവറിന്റെ 5% ആരൊക്കെയാണോ എലൈറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മാക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, മാക്ലൈനിലുള്ളത്. അപ്പൊ നമ്മൾ ട്രില്യണയർ എന്ന് പറയുന്ന പൊസിഷനായി ഒരാളെ കൂടി നമ്മൾ ട്രില്യണയർ ആക്കുകയാണെങ്കിൽ ഗ്ലോബൽ ടേൺ ഓവറിന്റെ നമ്മുടെ ടീമിൽ മാത്രമല്ല വേൾഡ് ഓവർ നടക്കുന്ന ടേൺ ഓവറിന്റെ 5% നമ്മൾക്ക് ഷെയർ കൂടി ലഭിക്കാൻ പറ്റും. ഇതൊക്കെ ഹയർ ലെവലിൽ നമ്മൾ ഭയങ്കരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് റീസൈക്കിൾ ബെനിഫിറ്റ് ആണ്. റീസൈക്കിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ $100 ആണ് നമ്മൾ പ്രോഡക്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ഫർദർ ആയിട്ട് $1 പോലും റിന്യൂവലിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ $100 ഉണ്ടാക്കിയ ബിസിനസ്സിൽ നിന്ന് ആളുകളെ റെഫർ ചെയ്ത് $500 ആണ് നമ്മളുടെ ക്യാപ്പിംഗ്. $500 മുകളിലേക്ക് നമ്മൾ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യേണ്ടത് പലപ്പോഴും പലരും മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സിസ്റ്റം അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് 2 വാലറ്റുകളിലേക്കായിട്ട് അത് മാറും. ഒരു വാലറ്റിൽ നമ്മൾ ഏൺ ചെയ്യുന്നതിന് 80% നമുക്ക് ഇമ്മീഡിയറ്റ്ലി വിഡ്രോ ചെയ്തെടുക്കാം. അതിന് വരെ കാത്തിരിക്കേണ്ട ദിവസവും മാസം വരെ കാത്തിരിക്കൊന്നും വേണ്ട. ബിസിനസ് നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ വാലറ്റിനകത്തേക്ക് ആ 80% വരും. അത് അപ്പൊ തന്നെ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പൊ ഒരു ഇനിഷ്യൽ ലെവൽ ആയത് കാരണം മാത്രം 24 hours ടൈം വെച്ചിട്ടുണ്ട്. വിഡ്രോവൽ റിക്വസ്റ്റ് ഇട്ടാൽ 24 മണിക്കൂർ കൊണ്ടാണ് അത് അപ്രൂവ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്കത് വിഡ്രോ ചെയ്യാവുന്ന ഒരു അവസ്ഥ വരുന്നു. ഇനി ബാക്കിയുള്ള 20% അവിടെ ഇരിക്കുന്നു. ഏതാണ്ട് $500 നമ്മുടെ ഏർണിങ്സ് ആകുമ്പോഴേക്കും 500ന്റെ 20% എന്ന് പറഞ്ഞാൽ $100 നമ്മുടെ റിന്യൂവൽ വാലറ്റിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ID റിന്യൂ ചെയ്യപ്പെടുന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ID റിന്യൂ ചെയ്യുന്ന സമയത്ത് തിരിച്ചും അതേപോലെ തന്നെ നമ്മൾക്ക് കമ്മീഷൻ വീണ്ടും ലഭിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകളെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. നന്നായി ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളെങ്കിലും അദ്ദേഹം ഓരോ $500 ഏൺ ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മുടെ റാങ്കിനനുസരിച്ച്, നമ്മൾ അസോസിയേറ്റ് റാങ്ക് ആണെങ്കിൽ $30 വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അടുത്ത റാങ്കിലേക്ക് കയറിയ മറ്റേ അഫിലിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ $40 വെച്ച് നമുക്ക് ഓരോ $500 കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ചധികം ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ആ റാങ്കുകളിലേക്ക് അവർ ഏൺ ചെയ്യുന്ന വരുമാനത്തിന്റെ ഓരോ $500 ഏൺ ചെയ്യുമ്പോഴും അതിനകത്ത് നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് റീസൈക്കിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പാർട്ണർഷിപ്പ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിച്ചു, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കമ്പനിയുടെ തന്നെ പാർട്ണർഷിപ്പ് ആയിട്ടുള്ള ബിറ്റ്ഗെറ്റിലോ കാൾട്ടൺ എന്ന് പറയുന്ന 2 എക്സ്ചേഞ്ചുകളിൽ, ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ ബിറ്റ്ഗെറ്റിലെ, ഫോറക്സ് ആണെങ്കിൽ കാൾട്ടൺ, ഈ 2 എക്സ്ചേഞ്ചുകളിൽ ഏതിൽ വേണമെങ്കിലും നമ്മൾക്ക് കമ്പനിയുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു എക്സ്ചേഞ്ചിൽ പോയി ട്രേഡ് ചെയ്താൽ ട്രേഡ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ബ്രോക്കറേജ് എക്സ്ചേഞ്ചിൽ കൊടുക്കണം. ഇവിടെ ഒരു ബെനിഫിറ്റ് എക്സ്ചേഞ്ച് ബ്രോക്കറേജിന്റെ ഒരു പോർഷൻ മാർക്കറ്റ് ആൽഫാക്കസിന് കൊടുക്കും. ആ കൊടുക്കുന്ന പൈസ മാർക്കറ്റ് ആൽഫാക്കസ് കയ്യിലെടുത്ത് വെക്കുന്നതിന് പകരം ആരൊക്കെയാണോ മാക് അംബാസഡർ റാങ്കിലുള്ളത് അവർക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ 40% മാക് അംബാസഡേഴ്സും ഷെയർ ചെയ്യുന്നു. 25% മില്ലനേഴ്സിനും 15% ബില്ലണേഴ്സിനും 10% ട്രില്യണേഴ്സിനും 5% എലൈറ്റ് പാർട്ട്നേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% എമൗണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാക്ലിനോട് ചെയ്തത്. അതായത് മാക്ലിന്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ നെറ്റ്വർക്കിൽ കൂടെയുള്ള ആളുകൾ ബിസിനസ് ചെയ്യുമ്പോൾ അവർ മറ്റുള്ള കമ്പനികളുടെ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും 95% നമുക്ക് തന്നെ ഷെയർ ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് അറിവ് ലഭിക്കുകയാണ്. അൺലോക്ക് ദി പവർ ഓഫ് നോളജ്, ജോയ് ആൻഡ് സക്സസ്. ഇതിനകത്തൂടെ അറിവ് മാത്രമല്ല പണം നമുക്ക് ലഭിക്കുകയാണ്. ഈ ലഭിക്കുന്ന പണം കൃത്യമായി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ ചെറിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന പഠിക്കുന്നതിനുള്ള ചെറിയ തീരുമാനങ്ങളാണ്, ശരിയായ വിദ്യാഭ്യാസമുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നത്. എന്റെ ലൈഫിലും ഉണ്ടായത് അങ്ങനെയാണ്. ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കാൻ സാധിച്ചപ്പോഴാണ് ആ ഒരു മേഖലയെ ഉപയോഗിക്കാനും അതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്
വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.